Amid a rise in infectious diseases like malaria, dysentery, leprosy, and tuberculosis among migrant workers in Kerala's Idukki district, the health department has mandated strict screening for all new and existing workers. As a precaution, workers showing symptoms must undergo blood tests to detect malaria and other infections, with results expected within 3 days. These tests are being offered free of cost at various health centers across the district. ആളുകൾ വരുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒരു രക്തം പരിശോധിക്കുകയും സ്ക്രീനിങ് നടത്തുകയും അവർക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും ക്ഷയരോഗത്തിനായിട്ട് അവരുടെ കഫപരിശോധനയും ഒരു 3 ദിവസത്തിനകത്ത് ഇവരുടെ രക്തപരിശോധനകൾ നടത്തണമെന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുടെയും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങളുണ്ട് കൃത്യമായി. The new health directive issued to employers also mandates that sick migrant workers must not be assigned any work. It warns that concealing or delaying information about workers' health will invite action under the Public Health Act. പൊതുസമൂഹത്തിലേക്ക് ഈ അസുഖം പകരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലെന്നുള്ളതൊക്കെ പൊതുജനാരോഗ്യ താല്പര്യപ്രകാരമാണ് ഈ പറഞ്ഞ സ്ക്രീനിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അസുഖമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയോ അസുഖമുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയോ അതൊക്കെ മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം ആ പറഞ്ഞ തൊഴിലുടമകൾക്കെതിരായിട്ട് കേസെടുക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. In response to growing public health concerns, more screening camps are expected to be set up in the coming days with a special focus on areas where migrant workers reside.